ഭക്തജന സംഗമവും സംഘടിപ്പിച്ചത്. യോഗം കൗൺസിലർ PT മന്മഥൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഹ്മണനും ശൂദ്രനായ നായരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്നൊരു കവിതയുണ്ടായിരുന്നു. കോഴി വളർന്നത് കൂവുമ്പോൾ, വാഴ കുലച്ചത് മൂക്കുമ്പോൾ, നാടൻ പെൺകൊടിമാരുടെ മോഹന താരുണ്യം കതിരണിയുമ്പോൾ തമ്പ്രാൻ ആള് പറഞ്ഞു വിടും ആദ്യ ഫലം കൊണ്ടെത്തിക്കാൻ. എല്ലാം മൂത്ത് കഴിയുമ്പോ നായരുടേത് തമ്പ്രാന് കൊടുക്കണം. അങ്ങനെയാണ്. അങ്ങനെ രാമകൃഷ്ണ പിള്ളയുടെയും അങ്ങനെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് ഈ നമ്പൂതിരിയുടെ ജീനായതുകൊണ്ട് കുതന്ത്രത്തിൽ രാമകൃഷ്ണ പിള്ള വളരെ മിടുക്കനായിരിക്കും. ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ്. ഇന്നും NSSന്റെ ഒരമ്പലത്തിലും നായര് പൂജാരിയില്ല. കാരണം എന്താ? ബ്രാഹ്മണൻ പറഞ്ഞിരിക്കുകയാണ്, നീ ശൂദ്രനായതുകൊണ്ട് നിനക്ക് വൈദികം പഠിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് അവന്റെ അമ്മയെ പീഡിപ്പിച്ച ബ്രാഹ്മണനെ തന്നെയാണ് അവരുടെ അമ്പലത്തിൽ ശാന്തിയായിട്ട് വെച്ചിരിക്കുന്നത്, പൂജാരിയായിട്ട്. ഇത്രയും നാണം കെട്ട കൾച്ചർലെസ് ആയിട്ടുള്ള ഒരു സമൂഹം വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? അവൻ്റെ ഒരു നായർ പ്രമാണത്തെക്കുറിച്ചുള്ള വർത്തമാനമുണ്ട്. ഈ ഹൈക്കോടതി ഞങ്ങൾക്ക് ഞാനത് പറയാതെ പോയാൽ എനിക്കൊരു മനപ്രയാസത്തിന് ബാക്കിയൊന്നും പറഞ്ഞില്ല, അതുകൂടെ പറഞ്ഞിട്ട് പോകും. ആ പരമയോഗ്യൻ എന്ന് പറയുന്ന ADGP പറഞ്ഞത് എന്താണെന്നറിയോ? നായരാടോ ഇവിടുത്തെ ഡോമിനന്റ് കാസ്റ്റ് എന്ന്. എന്താ ഡോമിനന്റ് കാസ്റ്റിന്റെ പ്രത്യേകത? നായന്മാരെ അനുകരിക്കുന്ന സമൂഹമാണ് ബാക്കിയുള്ളവരെല്ലാവരും എന്ന്. ഏത് നായരെയാണ് നമ്മൾ അനുകരിക്കുന്നത്? ആ നായരുടെ പാരമ്പര്യം എന്താണെന്നറിയോ? ഒരു 2 തലമുറ അപ്പുറത്ത് നായന്മാരുടെ വീട്ടിൽ സന്ധ്യയാകുമ്പോൾ ചൂട്ടും കെട്ടി ഏതെങ്കിലും നമ്പൂരി വരും. ഒരു കൊച്ചു വൈശ്യാലയമായിരുന്നു ആ തറവാടൊക്കെ. ഒരപ്പൻ നമ്പൂരി വന്ന് കുറെ കാലം വ്യഭിചാരം കഴിഞ്ഞ് പോകും. അയാൾക്ക് വയ്യാതായ പിന്നെ വേറൊരുത്തൻ കടന്നു വരും. ആ തറവാട്ടിലെ ഒരു മകനും ചിലപ്പം ആരാ തന്തെന്നറിയാൻ പാടില്ല. അല്ലെ പല തന്തയ്ക്ക് എനിച്ച ആൾക്കാരായിരിക്കും ആ തറവാട്ടിലുണ്ടത്, ഇവൻ വിശേഷിപ്പിച്ച തറവാട്ടില്. അതുകൊണ്ട് ആ വ്യാഖ്യാനം അവിടെ നിർത്തിയേക്ക്. മാനമര്യാദയായിട്ട് ഉള്ള ആൾക്കാർ ഈ നായർ സമുദായത്തിൻ്റെ മേൽ നടക്കുന്ന നിരവധി അഴിമതികൾക്കും അനാചാരങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ എതിരായിട്ട് അങ്ങൊരൊറ്റാൻ പോരാട്ടമെന്ന നിലയിൽ ഏതാണ്ട് 10-20ഓളം വ്യവഹാരങ്ങൾ തന്നെ അങ്ങ് നടത്തി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്ത് ഓച്ചിറയിൽ വെച്ച് നമ്മുടെ SNDP കൗൺസിൽ അംഗമായ മന്മഥൻ അവറുകൾ നായർ സമുദായത്തെപ്പറ്റി പരാമർശിക്കുകയും അതുപോലെ തന്നെ നായർ സമുദായത്തിൻ്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം ഏതോ ഒരു സന്ദർഭത്തിൽ ആവേശകരമായി സംസാരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അതിനെതിരെ താങ്കളും മറ്റു ചിലരും ചില കേസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. അതിനുണ്ടായ സാഹചര്യത്തെപ്പറ്റി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ പ്രധാനമായിട്ട് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കായിട്ടാണ് ഇടപെടുന്നത്. അത് പൂർണ്ണമായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ പ്രധാനമായിട്ട് നമുക്ക് 1957 നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ അധികാരത്തിൽ പങ്കാളിത്തം, അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും കേസിൻ്റെ അല്ലെങ്കിൽ പരാതിയുടെ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. അത്തരത്തിലായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് ഏകദേശം ടിപ്പുവിൻ്റെ കാലഘട്ടം മുതൽ നായർ തുടങ്ങി അല്ലെങ്കിൽ ബ്രാഹ്മണാദികൾ, അമ്പലവാസികൾ, ക്ഷത്രിയർ എന്നൊക്കെ പറയുന്ന സനാതന ക്ലാസ്സിന് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചുകൊണ്ടുള്ള, വംശീയമായി ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ചില ചതിപ്രയോഗങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായി തന്നെ രേഖകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചതി, വഞ്ചന ഈ സമൂഹത്തിൽ നിയമപരമായി തന്നെ, ഒരുപക്ഷെ നിയമപരമായി തന്നെ നടത്തുന്നുണ്ടെന്നുള്ള ഒരു വിഷമം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പൂർണ്ണമായും ഈ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിലേക്കായി മുന്നോട്ട് വരികയും നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ആ കാര്യങ്ങൾ
ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒക്കെ മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുള്ള വരുമ്പോൾ അതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള ചില ചരിത്രപരമായിട്ടുള്ള രേഖകൾ, മറ്റു നിയമപരമായിട്ടുള്ള രേഖകൾ ഒക്കെ പഠനം ചെയ്യേണ്ടതായിട്ട് വന്നു. ആ പഠനം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള രേഖകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ പറഞ്ഞ വിഭാഗത്തിന് ടിപ്പുവിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങി മലയാളി മെമ്മോറിയലിൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് എത്തുകയും മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അത് കഴിഞ്ഞിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം, സ്റ്റേറ്റ് കോൺഗ്രസ്, നിവർത്തന കക്ഷികൾ, സംയുക്ത കക്ഷികൾ, അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, ജന്മി കുടിയാൻ സമ്പ്രദായം, സംവരണ കമ്മീഷനുകൾ, 92 സുപ്രീം കോടതിയുടെ വിധി, അത് കഴിഞ്ഞുള്ള നിയമസഭാ സമിതി, MLA-മാരുടെ സമിതി, ഇവയിലൊക്കെ ഈ പറഞ്ഞ നായർ ബ്രാഹ്മണാദികളെ ശക്തമായി വഞ്ചിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രേഖകളും തെളിവുകളും ഒരു വശത്തിരിക്കെ ഈ വിഭാഗത്തിന് മേൽ, നായർ തുടങ്ങി ബ്രാഹ്മണർ തുടങ്ങി ഈ വിഭാഗത്തിന് മേൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ചില ചതികൾ, ആ ചതിയുടെ ഭാഗമാണ് PT മന്മഥൻ എന്ന SNDP-യുടെ കൗൺസിൽ മെമ്പർ തുടർച്ചയായിട്ട് 1 നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ വിഭാഗത്തിനെതിരെ നടത്തുന്ന ചതിയുടെയും വഞ്ചനയുടെയും ഒരു ഭാഗം. അതുകൊണ്ട് അവസാനിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു ഇടയ്ക്കുള്ളൊരു പ്രതിഭാസമായിട്ട് മാത്രമാണ് കാണുന്നത്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഭാഗം നമ്മുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അന്തഛിദ്രങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടും നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിനെ വിഘടിപ്പിച്ച് സനാതന ക്ലാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു വംശീയമായിട്ടുള്ള ആക്രമണമായി ഇതിനെ നമ്മൾ കാണുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് രേഖകൾ പ്രകാരം മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ളൊരു വസ്തുത ചിലർ പറഞ്ഞു വരുത്തുന്ന ഒരു മസ്തിഷ്ക പ്രഹേളനത്തിൽ നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെട്ട സമുദായങ്ങളിലെ ചിലരും സമുദായ സംഘടനകളും സമുദായ നേതാക്കളും ഒക്കെ ഇവരുടെ ഈ ഒരു ഇബിലീസിൻ്റെ തന്ത്രമെന്ന് പറയും. അതായത് 10 പ്രാവശ്യം ഒരു കള്ളത്തിനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു മസ്തിഷ്കത്തിലേക്ക് കയറ്റി അവൻ്റെ ചിന്തകളെ നശിപ്പിക്കുക, അസത്യത്തിനെ സത്യമായി കാണുന്ന തരത്തിലേക്ക് ഒരു മനസ്സിനെ മാറ്റിയെടുക്കുക, അവനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായിട്ടുള്ള ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. അത് അവർക്ക് 100% സാധിച്ചെടുക്കാൻ കേരളത്തിൽ സാധിക്കുകയും ചെയ്തു. കാരണം ഒരു വംശത്തിന് സർക്കാരിൽ, ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കണമെങ്കിൽ സർക്കാരിൻ്റെ പ്രൊട്ടക്ഷൻ കൂടിയേ കഴിയും. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കെ 1957 നമ്മുടെ അന്നത്തെ ഗവൺമെൻറ്, അന്നത്തെ രേഖകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ ചില അന്നത്തെ ജനപ്രതിനിധികൾ അസംബ്ലിയിൽ ഇക്കാര്യം, അതായത് നമുക്കുണ്ടായിരുന്ന സംവരണം എന്ന് പറയുമ്പോൾ ജനപ്രതിനിധി സഭകളിലും അത് അധികാര പങ്കാളിത്തത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ PSC വഴിയുള്ള ജോലികളിൽ നമുക്കുണ്ടായിരുന്ന സീറ്റുകൾ, നീക്കിവെക്കുന്ന സീറ്റുകൾ, സംവരണം എന്ന് പറയുമ്പോൾ, റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേകമായി നിശ്ചിത ശതമാനം സീറ്റുകൾ നീക്കിവെക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ആ സീറ്റുകൾ നീക്കി വയ്ക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഗവൺമെൻറ് അതിൽ വംശവതനായി മാറിപ്പോവുകയും, എന്ത് കാരണമാണെന്ന് അറിയാൻ സാധിക്കില്ല, പക്ഷേ അസംബ്ലി രേഖകളിൽ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ, മിനിസ്ട്രിയുടെ കാലത്തിൽ തന്നെ നമ്മളെ ഈ പട്ടികയിൽ നിന്ന് യാതൊരു കാരണവും കൂടാതെ നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ 57 അന്ന് തുടങ്ങിയ ബുദ്ധിമുട്ട് 2023 ആയപ്പോൾ 66 വർഷത്തെ 3 തലമുറകളുടെ നഷ്ടം, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം, ഉദ്യോഗത്തിൽ കുട്ടികൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഉദ്യോഗം കിട്ടാതെ അവർക്ക് അഭയാർത്ഥികളായി നാട് വിട്ടുപോകേണ്ട അവസ്ഥ, കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്.
അതോടൊപ്പം പ്രധാനമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഭൂപരിഷ്കരണ നിയമങ്ങൾ. ഭൂപരിഷ്കരണ നിയമത്തിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഭൂമികൾ എടുത്തിട്ടുള്ളത് ഈ വിഭാഗത്തിൻ്റെതാണ്. അത് അവർ അന്ന് കൊടുത്തിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം നെല്ല് അല്ലെങ്കിൽ കുരുമുളക്, വാഴ, ഇഞ്ചി ഇങ്ങനെയുള്ളതൊക്കെ വയ്ക്കുന്നത് തോട്ടത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ഈ വിഭാഗത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ വസ്തുവകകളും സർക്കാർ അന്ന് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അത് നമുക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചതിയാണ്. കാരണം മലയാളി മെമ്മോറിയൽ സമയത്ത് നമ്മുടെ സ്റ്റേറ്റിൽ തമിഴ് ഭാഷ സംസാരിക്കുന്ന തമിഴ് ബ്രാഹ്മണരായിട്ടുള്ള അയ്യങ്കാർ വംശമാണ് കൂടുതലായിട്ടുള്ളത്. അന്നത്തെ കണക്കനുസരിച്ച് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന അവർ തിരുവിതാംകൂർ സ്റ്റേറ്റിൽ ഭരിക്കുകയാണെന്നുള്ള വാദത്തിൻ്റെ കണക്കുകൂട്ടലിലാണ് നായർ സമുദായത്തിനെയും കൂടെ വംശത്തിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളി മെമ്മോറിയൽ എന്നുള്ള ഒരു ഹർജി ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് ഈഴവ മെമ്മോറിയലായി മാറിയെന്നുള്ളത് ഒരു ചരിത്ര സത്യം നിലനിൽക്കുകയാണ്. അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ അന്നത്തെ ഗവൺമെൻറ് വച്ചിട്ടുള്ള ഒരു കമ്മീഷൻ, ആ കമ്മീഷൻ്റെ ഭാഗമായിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, അദ്ദേഹം ഈ പറയുന്ന വിഭാഗത്തിന് ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് നൽകിയത്. അന്ന് സവർണരെന്ന് മുദ്ര കുത്തിയിരുന്ന നായർ ബ്രാഹ്മണാദികൾ ഉൾപ്പെടെയുള്ള 12,000-ഓളം ജനങ്ങൾ, അന്ന് സ്റ്റേറ്റിലുള്ള ജനങ്ങൾ ഇതിനനുകൂലമായിട്ട് ഒപ്പുകൊടുക്കുകയും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അദ്ദേഹം മുൻപിട്ട് നിന്ന് തന്നെ തിരുവിതാംകൂർ മഹാറാണിക്ക് മെമ്മോറാണ്ടം കൊടുക്കുകയൊക്കെ ചെയ്തൊരു സത്യം മുന്നിലുണ്ട്. എന്നാൽ ആ സത്യത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചവരാണ് അതിൻ്റെ ചില കുബുദ്ധികളായിട്ടുള്ള ജാതി വെറി വച്ച് പുലർത്തുന്ന ചില വ്യക്തികളാണ്. സമുദായത്തെ ഒന്നടങ്കം പറയാൻ ഞാൻ ഇതല്ല, എത്രയോ നല്ല ആൾക്കാർ ഈ സമുദായത്തിൽ എല്ലാ സമുദായത്തിലും ഉണ്ട്, അതുപോലെ തന്നെയാണ്. പക്ഷേ ജാതി വെറി ഈ സ്റ്റേറ്റിൽ, നമ്മുടെ സ്റ്റേറ്റിലെ ജാതി വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കണം, അത് മുതലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയവും സാമുദായികവുമായിട്ടുള്ള ചില വ്യക്തികളാണ് ഇത്തരത്തിലുള്ള അന്തഃഛിദ്രങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ വച്ച് പുലർത്തുന്നത്. അത് ഒരു ഓച്ചിറ സംഭവമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു പക്ഷേ മലയാളി മെമ്മോറിയൽ മുതൽ വച്ച് പുലർത്തുന്ന ഒരു സംവിധാനമാണ്. മലയാളി മെമ്മോറിയൽ കഴിഞ്ഞപ്പോൾ ഈഴവ മെമ്മോറിയൽ വന്നു, അത് കഴിഞ്ഞപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. അതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളവരെല്ലാം ഈ പറഞ്ഞ സവർണരെന്ന് മുദ്ര കുത്തുന്ന, ഇന്ന് മുന്നോക്കമെന്ന് ചാപ്പ കുത്തിയിരിക്കുന്ന, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളാണ്. ഇന്ന് സമൂഹത്തിൽ ഇവിടെ ജനിച്ചു വളർന്നിട്ട് ഇവിടെ തന്നെ അഭയാർത്ഥികളായിട്ട് ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം ജനതയാണ്. ഇതിനെല്ലാം തുല്യനീതി, അവസര സമത്വത്തിന് ഭരണഘടനയിൽ പറയുന്നതിന് മുന്നേ തന്നെ അക്കാര്യത്തിൽ മാനസികമായി തയ്യാറെടുപ്പുകൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ ലൈംഗികമായിട്ട് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന ഹീനമായിട്ടുള്ളൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പ്രവൃത്തിയിലേക്ക് ഈ പറഞ്ഞ ചില വ്യക്തികൾ നാണം കെട്ട് അധപതിച്ചു എന്ന് വേണം കരുതാൻ. പ്രധാനമായിട്ടും ഇന്നും മിശ്ര വിവാഹത്തിനെ കുറിച്ച് സർക്കാർ ഓരോ കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ട്. അന്നും മിശ്ര വിവാഹത്തിനെ സഹായിച്ചാൽ എന്താ തെറ്റ്? ആർക്കാണ്? നായരും ബ്രാഹ്മണരും ക്ഷത്രിയരും ഈഴവരും പുലയർ സമുദായത്തിൽപ്പെട്ടവരെല്ലാം മിശ്ര വിവാഹം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ രേഖകൾ അനുസരിച്ച് നിയമപ്രകാരം അന്നത്തെ പല കാര്യങ്ങളിലും എല്ലാ ജാതി സമുദായങ്ങളും ക്ഷേത്രങ്ങൾ കയറ്റിയില്ല എന്ന് പറയുന്നത്, എല്ലാവർക്കും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേദം പഠിപ്പിച്ചില്ല എന്ന് ചില കുറ്റങ്ങൾ പറയുന്നുണ്ട്. വേദത്തിൻ്റെ ഭാഗമല്ലേ ഈ പറഞ്ഞ സംഗീതം? അതിൻ്റെ ഭാഗമല്ലേ വിശ്വബ്രാഹ്മണരെന്നറിയപ്പെടുന്ന ആശാരിയും മൂശാരിയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ? വൈദ്യം എന്ന് പറയുന്ന ഉപവേദമല്ലേ? അപ്പോൾ വേദങ്ങൾ എല്ലാ പേർക്കും പഠിക്കാൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അന്നും അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ചില കുബുദ്ധികൾ ജാതി വ്യവസ്ഥ ഇവിടെ പുനഃസ്ഥാപിക്കണമെന്ന് കരുതുന്ന ഭരണഘടനാ രഹിതമായിട്ടുള്ള, നിയമരഹിതമായിട്ടുള്ള, വിരുദ്ധമായിട്ടുള്ള ചില കുബുദ്ധികളായിട്ടുള്ള ആൾക്കാരാണ് ഈ നാട്ടിൽ, ഈ സ്റ്റേറ്റിൽ ഇത്തരം അന്തഃഛിദ്രങ്ങൾ വളർത്തുന്നത്. ചില വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നിയമപരമായിട്ട് യാതൊരു പിൻബലവും അതിനില്ല.